സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ, സംവിധായകനും നടനുമൊക്കെ ആയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം വേണം. അധിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ, സദസ്സിൽ നിന്നും പ്രതിഷേധം. അതായത് ഈ സിനിമയെപ്പറ്റി, സിനിമയുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ പങ്കുവച്ച കാര്യങ്ങളാണ്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ജാതീയ അധിക്ഷേപം നടത്തി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് അവിടെ പറഞ്ഞതിൽ തെറ്റെന്ന് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് സിനിമയിൽ സെക്സ് സീൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ ചാലയിലെ ഓട്ടോ തൊഴിലാളികളും തലയിൽ ചുമടെടുക്കുന്നവരും എല്ലാം കൂടി തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി എന്ന് പറഞ്ഞപ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്തർത്ഥം വെച്ചിട്ടാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയിലേക്ക് ഈ സിനിമ എടുക്കാൻ വരുന്ന ദളിത് യുവാക്കൾ കുറച്ച് ട്രെയിനിങ് പരിശീലനം കിട്ടിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതെന്നുള്ള ഒരു കാര്യം എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ പറഞ്ഞത് ശരിയായിരുന്നോ, ഇനി ജാതീയ അധിക്ഷേപം തന്നെ ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ ഒരു ഉത്തരം വന്നു. ഇത് പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഉള്ളിലുള്ള ആ ജാതി വെറു തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ പറയുന്നത്. ഈ പ്രായം കൂടുന്തോറും നിറം മാറും അല്ലെങ്കിൽ സ്വഭാവം മാറും എന്നൊക്കെ പറയുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇയാളുടെ ഈ സ്വഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം കൂടുതൽ ഈ പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യമന്ത്രിക്ക് അറിയാം. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു, അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷെ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു, അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്കൊരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സിലാക്കിക്കണം. കാരണം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും, കൊടുത്തു നമുക്ക് കൊണ്ടുപോയി പടം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചെലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ, ആരാ അവിടെ സംസാരിക്കുന്നുണ്ടോ? മൈക്ക് കൊടുത്തിട്ടുണ്ടോ? എന്താ? അപ്പോൾ നമുക്ക് തോന്നും പറഞ്ഞു വന്നത് പോയി. അപ്പോൾ അവർ നിർബന്ധമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. കണ്ടില്ലേ, ഇതിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം, അയാൾ പറയുന്നതൊക്കെ വ്യക്തവും അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു സിനിമയായിട്ട് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഒരു സംവിധായകനായിട്ട് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആൾക്കും, ഏതൊരു കലാകാരനും ഉതകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് ഇത് ജനങ്ങൾ ഈ പറയുന്ന രീതിയിൽ അതൊരു വിദ്വേഷ പരാമർശമായിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആളുകൾ സിനിമ എടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആളുകൾ സിനിമ എടുക്കുമ്പോൾ പരിശീലനം നേടിയിരിക്കണം. എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്? മറ്റുള്ളവർ സിനിമ എടുക്കാൻ ആഗ്രഹിച്ച എല്ലാവരും ഒരു കലാകാരൻ തന്നെ. അവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റെന്നോ ഉയർന്ന കാസ്റ്റെന്നോ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ,
ഒരു കലാകാരനെ മനസ്സിലാക്കുന്ന വേറൊരു കലാകാരന് സാധിക്കും എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അയാൾ ശരിക്കും ഒരു കലാകാരനല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കലാകാരനല്ല. നിങ്ങൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ മിഡിൽ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും മനസ്സിലായത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാതിപരയുള്ള ആളുകളെ പറ്റി മനസ്സിലാവുന്നത് എപ്പോഴാണ്? ആ വേടൻ ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചപ്പോഴാണ് അല്ലേ? വേടൻ ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ഒരു പാട്ട് എഴുതിയപ്പോൾ ആ വേടനെ കുറ്റം പറയാനായി ജിഹാദിയാക്കാനും അയാളെ ഈ പറയുന്ന രാജ്യദ്രോഹിയാക്കാനായിട്ട് ഇപ്പോൾ പെണ്ണ് കേസിൽ വരെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ. ഈ കൊള്ളരുതായ്മകൾ തന്നെയല്ലേ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഉന്നതരായിട്ടുള്ള പല പ്രമുഖരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ അത് എത്തി നിൽക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനിലാണ്. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ പ്രായം കൂടുന്നവരും ജാതിപരി കൂടി വരുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെ ഉള്ളിലുള്ള ആ ജാതിപരി അവർ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു വിദ്വേഷ പരാമർശങ്ങളിൽ കൂടി. ഇതിൽ അയാൾ പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അയാൾ അവിടെ പറയാനായിട്ട് ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതാണ് അവിടെ എതിർക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതാണ് വിദ്വേഷ പരാമർശം എന്നുള്ള രീതിയിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞു ചാലയിലെ ഈ പറയുന്ന തൊഴിലാളികളാണ് സിനിമ കാണാൻ ഓടിയെത്തിയെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുൻപ് അടൂർ ഗോപാലകൃഷ്ണനോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ നിങ്ങളുടെ സിനിമ കാണാൻ വരുന്നവരെല്ലാം ഉന്നത കുലജാതരോ അല്ലെങ്കിൽ ഉന്നതരോ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര പേര് സിനിമ കാണാൻ വരും? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും വീട്ടുകാരോടൊപ്പം സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും സാധാരണക്കാരിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് സിനിമ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾ പറയുകയാണ് ചാലയിലെ തൊഴിലാളികളൊക്കെ വന്നിരുന്നു, ചുമട്ട് തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ വന്ന് സിനിമ കണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ പൈസ കിട്ടത്തില്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വിഹിതം അത് നിങ്ങൾ ലാഭമായിട്ട് കണക്കാക്കാറില്ലേ? ഇതിനി ഓട്ടോക്കാരുടെയാണ്, അത് വേണ്ട. ഇത് ചുമട്ട് തൊഴിലാളിക്കാരുടെയാണ്, അത് വേണ്ട എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടോ ഗോപാലകൃഷ്ണൻ സാറേ? ഇതൊരു തോന്നിവാസമൊക്കെയാണല്ലോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നത്. സിനിമാ കോൺക്ലേവിൻ്റെ ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിലാണ് ഇങ്ങനത്തെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിദ്വേഷങ്ങൾ പല പ്രമുഖരും അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആളുകൾ വരെയും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ആദ്യം ഞാൻ പറഞ്ഞു സെക്സ് കാണാനായിട്ട് അല്ലെങ്കിൽ സെക്സ് സീൻ കാണാനായിട്ട് തൊഴിലാളികൾ വന്നിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. മുമ്പൊക്കെ ഒരു പതിവ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പാസുകൾ വിതരണം ചെയ്യുക, എന്നിട്ട് അവരാണ് വന്ന് കാണുന്നത്. പലപ്പോഴും അവർ പോലും വരത്തില്ല, അവരുടെ ഡ്രൈവർമാരും ഒക്കെ ആയിരിക്കും അത് കാണുന്നത്. ഒരിക്കൽ ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള അതിൻ്റെ കഥക് പൊളിച്ചകത്ത് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ആളുകൾ. കാരണം എന്തോ ഒരു സീൻ ഓഫ് സെക്സ് അതിലുണ്ട് എന്ന് ഒരു വാർത്ത അങ്ങോട്ട് പടർന്നു. അപ്പോൾ പ്രധാനമായിട്ടും അവരെപ്പറ്റി ഞാൻ മോശം പറയുകയല്ല, പിന്നെ ചാലയിലെ തൊഴിലാളികളുടെ ഒരു സംഘം തന്നെയായിരുന്നു. അതിന് മുകളിലത്തെ വാതിലിങ്ങനെ പിന്നെ കൊട്ടിയെടുക്കാൻ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഭീകരമായിട്ട്. അത് കുറേ കഴിഞ്ഞ് ആരോ പോയി തുറന്നു കൊടുത്തു. അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മളുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാം കൂടെ ശ്വാസോച്ഛ്വാസം ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ ഒരു സീൻ ഓഫ് സെക്സ് എങ്ങനെ ഇരിക്കും അതിൻ്റെ അന്ന് ആ നിമിഷം തീരുമാനിച്ചതാണ് എന്തായാലും നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ ഇങ്ങനെ ആളുകൾ തള്ളിക്കയറുന്ന ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ, സിനിമ പ്രധാനമായിട്ടും സിനിമ ഒരു തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ, സിനിമയെപ്പറ്റി എഴുതുന്നവർ, സിനിമ നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള നിരൂപകർ, അവരൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവലിൽ പടം കാണേണ്ടത്. ഒരു പക്ഷേ ഭാവിയിൽ സിനിമയെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെയാണ് ഇത് വരേണ്ടത്. അല്ലാതെ വഴിയിൽ വിതരണം ചെയ്യും. ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ സിനിമ കണ്ട് നിങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ജനങ്ങൾ ആരായി? അതിൽ എത്രയോ പാവങ്ങളുണ്ട്, അതിൽ എത്രയോ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, എത്രയോ ചുമട്ട് തൊഴിലാളികളുണ്ട്. ഇവരുടെ പ്രശ്നം ചാലയിലെ തൊഴിലാളികൾ ഇടിച്ചു കയറി അവരുടെ ശ്വാസം മറ്റുള്ളവരുടെ മുകളിലേക്ക് പതിച്ചു എന്നാണ്. അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർ കാണണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയുടെ എല്ലാ ഡിസ്ക്ലെയിമറിൽ ഇങ്ങനെ കാണിക്കണം, അതായത് ഈ ചാലയിലുള്ള പണിക്കാരോ അല്ലെങ്കിൽ തൊഴിലാളികളൊന്നും എൻ്റെ സിനിമ കാണാൻ കയറാൻ പാടില്ല. ഭാവിയിൽ സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കലാകാരനാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം എൻ്റെ സിനിമ കണ്ടാൽ മതിയെന്ന്. അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? കുറച്ച് പണമൊക്കെ വേണ്ടേ? പണമൊന്നുമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ലല്ലോ ഗോപാലകൃഷ്ണ അണ്ണ. ഇതിൽ നിങ്ങൾ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർ സിനിമ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ രീതി ശരിയല്ല. നിങ്ങൾ പറഞ്ഞു വെച്ച സന്ദേശം കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൽ നിങ്ങൾ ഈ വേർതിരിവ് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജാതിവരി എന്ന് പറയുന്ന സാധനം അറിയാതെ നിങ്ങൾ തുപ്പി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് വേടൻ സംസാരിച്ചത്. അപ്പോൾ വേടനെ പറ്റി പറഞ്ഞപ്പോഴാണ് വേടനെ പറ്റി ഇന്ന് ജനൻ ടി വിയിൽ, അതായത് സംഘിക്കുട്ടന്മാരുടെ ചാനലായിട്ടുള്ള ജനൻ ടി വിയിൽ ഞാൻ കണ്ടൊരു വാർത്തയാണ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന് സൂചന.
അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരമൊരുക്കുകയാണ് പോലീസ്. അതിൽ ഇടതുപക്ഷ സർക്കാരിനെയും അതേപോലെ തന്നെ കോൺഗ്രസിനെയൊക്കെ ഇവർ കുറ്റം പറയുന്നുണ്ട്. നമുക്കറിയാം, ചാണകത്തിൽ മുങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാണക ചാനലാണ് ജനൻ TV എന്ന് പറയുന്നത്. അവരുടെ വിദ്വേഷം ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ വേടനെ ആരാണ് കുടുക്കിയതെന്നും എന്തിൻ്റെ പേരിലാണ് കുടിക്കിയതെന്നും അതിൻ്റെ ഉള്ളിലുള്ള ചേതോ വികാരം എന്താണെന്നുമുള്ളത് ഈ ഒരു വാർത്തയിൽ തന്നെ അറിയാം. അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ആണോ ഇതിലെ ഒരു കളി എന്നുള്ളതും ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു, വേടനെ കുടിക്കിയത് ആരാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ചില ആളുകളുടെ പ്രസ്താവനകളും ചില ആളുകളുടെ പരിപാടികളും കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതാരാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ രീതിയിൽ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്തു വെച്ചിരിക്കുന്ന ആരാണെന്നുള്ളത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു വാർത്ത പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന് സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരം ഒരുക്കുകയാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ ചേരുന്നുണ്ട്. ജിജീഷ്, വിശദാംശങ്ങൾ. ഏറ്റവും ഗൗരവമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ബലാത്സംഗ കേസിലാണ് ഇത്തരത്തിൽ കുറ്റാരോപിതനായ അതിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് അവിടെയുള്ള സംവിധാനങ്ങൾ ആകെ മാറുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ റഫർ വേടനെതിരെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു, നിരവധി കേസുകൾ വന്നിരുന്നു. ഈ കേസുകൾ വന്ന ഘട്ടങ്ങളിലെല്ലാം സംഘടിതമായി വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വിവിധ കോണുകളിൽ നിന്ന് സ്വീകരിച്ചു. ഇടതു വലതു മുന്നണി നേതാക്കൾ ഒരുപോലെ വേടനെ പിന്നിൽ അണിനിരക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ തുടർച്ചയായി ബലാത്സംഗ കേസിൽ കൂടി വേടൻ പ്രതിയായിരിക്കുന്നു. എന്നാൽ ഇതിനുശേഷം ഈ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസത്തിന് ശേഷം ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് പോലും കൃത്യമായ നടപടിയിലേക്ക് കടക്കാനോ വേടൻ എവിടെയുണ്ട് ഒളിവിൽ തുടരുന്നു എന്ന് പറയുന്ന പോലീസിന് എവിടെയാണ് വേടൻ ഉള്ളത് എന്ന് കണ്ടെത്താനോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, കാരണം 18-ാം തീയതിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വേടനെ പിടികൂടുന്നതിനോ അറസ്റ്റടക്കമുള്ള നടപടികളോ കോടതി തടഞ്ഞിട്ടില്ല. പോലീസിന്റെ നടപടികളുമായി കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിലയിൽ പോലും വേടനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2021 മുതൽ 2023 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് തുടർച്ചയായ ലൈംഗിക ചൂഷണം ഉണ്ടായത്, ലൈംഗിക പീഡനം ഉണ്ടായത് എന്ന കാര്യമായിരുന്നു യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. 2021 ഓഗസ്റ്റിനാണ് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ആദ്യം ബലാത്സംഗം ചെയ്യപ്പെട്ടത് വേടനാൽ എന്ന കാര്യം പെൺകുട്ടി കൃത്യമായി തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വെനൻ TV ആണ്. വെനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷം അല്ലേ? അപ്പോൾ ഈ വിഷം തുപ്പുന്ന സംഘിക്കുട്ടന്മാരുടെ ഒരു ചാനലായ ജനൻ TV അവർ പറയുന്നത് ഈ വേടനെ ഒളിവിൽ താമസിപ്പിക്കുവാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കളിക്കുന്നു എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദളിതൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊരു പ്രിവിലേജ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഒതുക്കാനായിട്ട് കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഈ ഒരു വിഷയം അവനെ ഒതുക്കി തീർക്കണം, എങ്ങനെയെങ്കിലും അവൻ പുറം ലോകം കാണാത്ത രീതിയിൽ അവനെ ഒതുക്കണം. ജാമ്യം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഇവനെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നീട് ജാമ്യം കിട്ടുമ്പോഴത്തേക്കും അവൻ്റെ ഈ പറയുന്ന ചോരെല്ലാം ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഊർജ്ജം കാണത്തില്ലല്ലോ. വേടനെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്ന കേരളത്തിലെ ജനങ്ങളെ കണ്ടപ്പോൾ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ വേടൻ്റെ പാട്ട് സർവകലാശാലയിലെ പാഠ്യ വിഷയമാക്കുമെന്നുള്ളൊരു കാര്യം വന്നപ്പോൾ ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ പേടിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ സംഘിക്കുട്ടന്മാർ ഇങ്ങനെ ഒരു പരിപാടി കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പെണ്ണ് കേസിലും ഒരു പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള മുൻപ് തന്നെ മീറ്റു ആരോപണ കേസിലുള്ളതാ അങ്ങനെയുള്ളൊരു പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പാട്ട് ഇനി സർവകലാശാലയിൽ പഠിപ്പിക്കുന്നതിനോട് എതിർപ്പുണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ എതിർപ്പുണ്ടാകണമല്ലോ എന്നുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് അനിവാര്യമാണല്ലേ? അതിനു വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ചില പോരാട്ട നാടകങ്ങളാണെന്നുള്ളത് ചോറ് തിന്നുന്ന ജനങ്ങൾക്കറിയാം. നിൻ്റെയൊക്കെ തലയിൽ ചകിരിച്ചോറാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും തലയിൽ അങ്ങനെയാണെന്ന് വിചാരിക്കില്ലേ സംഘിക്കുട്ടന്മാരെ? കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്ന ആരാണെന്ന്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രസ്താവന, ഈ ജനൻ TVയിൽ കൂടി ഇവർ പറയുന്നൊരു പ്രസ്താവന എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കണം, അവനെ സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരുമാതിരി സ്പർദ്ധ കുത്തിക്കയറ്റാനായിട്ട് തന്തയില്ലായ്മ പറയുന്ന ഒരു ചാനലും അതിൽ റിപ്പോർട്ടറായിട്ടിരിക്കുന്ന കുറച്ച് തന്തയ്ക്ക് പറക്കാത്ത ആളുകളും എന്തൊരു പരിപാടിയൊക്കെയാണല്ലേ? ഒരു വ്യക്തിയെ എത്രത്തോളം അവഹേളിക്കാമോ അതിൻ്റെയൊക്കെ അങ്ങേയറ്റം മറ്റ് പീക്ക് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ലെവലിലേക്ക് അവഹേളിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, എന്തൊക്കെ തോന്നിവാസങ്ങൾ എന്തൊക്കെ തന്തയില്ലായ്മകൾ കാണിച്ചാലും ആ വേടൻ ആ ഒരു ചങ്ങലകളെല്ലാം നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള എല്ലാ ചങ്ങലകളും ഭേദിച്ചുകൊണ്ട് അയാൾ ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരികെ വരും. കേരളത്തിൽ വേടനെ മുൻപ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾ ഇനിയും വേടനെ സപ്പോർട്ട് ചെയ്യും. ഇനിയും എത്ര ഉയരത്തിൽ വേണമെങ്കിലും വേടനെ എത്തിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജാതി വെറിയും വർണ്ണ വെറിയും എല്ലാം നിങ്ങളുടെ ഈ ഒരു മീഡിയ അല്ലെങ്കിൽ ഇവർ പങ്കുവെച്ചിട്ടുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
എങ്ങനെയെങ്കിലും വേടനെ ഒതുക്കണം. അതിന് ആരെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? ഇതിന് മുൻപ് എത്രയെത്ര വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അന്നൊന്നും പ്രതികരിക്കാത്ത ജനൻ ടി വി അല്ലെങ്കിൽ അന്നൊന്നും പ്രതികരിക്കാത്ത മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ജനൻ ടി വിയുടെ സന്തതികളെ നിങ്ങൾ ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്ര ശുഷ്കാന്തി വന്നു? എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉന്നത കുലജാതരെന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രഷറായിരിക്കും അല്ലേ? അങ്ങനെ വന്നപ്പോൾ വേടനെ എങ്ങനെയെങ്കിലും ഒതുക്കണമല്ലോ. ആ ഒതുക്കാനായിട്ട് കണ്ടെത്തിയ ഒരു മാർഗം, ആ മാർഗം പക്ഷെ മാറിപ്പോയി, പാളിപ്പോയി. ആളും തരവും നോക്കിയൊക്കെ കളിക്കണമെന്ന് പറയുന്നത് ഇതിനെയാണ്. ആ വേടൻ ഇനിയും കൊടുക്കാനുള്ള സപ്പോർട്ടും ആ പിന്തുണയും എല്ലാം എല്ലാ ജനങ്ങളും കൊടുക്കും. അതിലെത്രയൊക്കെ വിഷമം തോന്നിയിട്ടും ഒരു കോപ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെതിരെ സംസാരിച്ച വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ജിഹാദിയും LTT വിഭാഗത്തിൽപ്പെട്ടവനും രാജ്യദ്രോഹി ആക്കിയതും നമ്മൾ കണ്ടു. ഇപ്പോൾ ആ വേടനെതിരെ കുറ്റം ചുമത്തിക്കൊണ്ട് വേടനെ പ്രതിയാണ് എന്ന് ഉറപ്പിച്ച് സംസാരിക്കുന്ന ജനൻ ടി വിയെ നമ്മൾ കണ്ടു. ഇതിൽ ഇര ആരാണെന്നും ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന അഭിഭാഷക ആരാണെന്നും അല്ലെങ്കിൽ ഈ ഇരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതുമെല്ലാം അത് നമുക്ക് കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ലല്ലേ? ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബുദ്ധിയില്ലാത്തവന്മാരാണ്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഇത് രണ്ടും അറിയത്തില്ല. ചുമ്മാ അങ്ങ് പോയിട്ട് കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ജനൻ ടി വി, വെനൻ ടി വിയിലെ മക്കളെ, പിന്നെ BJP RSS സംഘപരിവാർ സംഘടനകളെ കഷ്ടമാണ്.